ലവ് ഈസ് ടു പ്രൊവൈഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്നേഹം അനുവദിക്കപ്പെടേണ്ടതാണ്. കാരണം സ്നേഹം നമ്മുടെ ഉള്ളിൽ മാത്രം സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നല്ല. സ്നേഹം നമ്മൾ അനുവദിക്കണം. നാം സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടതും കൂടെയാണ്. എൻ്റെ അച്ഛൻ പറയാറുണ്ട്, സ്നേഹമൊക്കെ മനസ്സിലാണ്, പുറമേക്കല്ല. അച്ഛനപ്പോൾ അടിക്കാനുള്ളൊരു ചാൻസാണ് അച്ഛൻ പറയുക. മാർക്ക് കുറഞ്ഞവനൊക്കെ അടിക്കണമെങ്കിൽ അച്ഛന് പറയണമല്ലോ. പണ്ട് അച്ഛന്മാർ മക്കളെ ശിക്ഷിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇത് അച്ഛൻ എന്നെ അടിക്കുമ്പോൾ ഞാൻ കരയുമ്പോൾ പറയുന്നത് കേൾക്കാം, മനസ്സിലാണ് സ്നേഹം, അത് പ്രകടിപ്പിക്കുന്നതിലല്ല എന്ന്. പക്ഷെ അത് എന്നിൽ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കുക തന്നെ വേണ്ടി വരും. സ്നേഹം അത് കുറച്ച് വലുതായപ്പോഴാണ് മനസ്സിലാവുക, സ്നേഹം കിട്ടാനായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കണമെന്നും ആ സ്നേഹം നമ്മളെ ഒരു കവചമായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നു, അത് നമുക്ക് ആത്മവിശ്വാസം തരുമെന്നും ആ സ്നേഹം ഒരുമിച്ച് നല്ലൊരു സ്നേഹബന്ധമുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൾ കൂടുതലായിട്ട് വർദ്ധിക്കുമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞത് കുറച്ചുകൂടിയൊക്കെ പ്രായമായപ്പോഴാണ്. അതുമാതിരി തന്നെ സ്നേഹിക്കാനായിട്ട് സ്നേഹം കിട്ടൽ മാത്രമല്ല, സ്നേഹം കിട്ടുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാനുള്ളൊരു വെമ്പൽ തമ്മിലുണ്ടാവുക എന്നുള്ളതാണ്. നിറഞ്ഞ് സ്നേഹിക്കാൻ സ്നേഹിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഇണയോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒരു റിലേഷൻഷിപ്പോ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് സ്നേഹത്തെ പ്രകടിപ്പിക്കാനുള്ള ഒരു തൃഷ്ണ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. സ്നേഹം പരിലാളനം ലൈംഗികതയൊന്നായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. സ്നേഹം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു റിലീസിങ് ആണ്. ആ സ്നേഹം പകർന്നു കൊടുക്കുമ്പോൾ നമ്മിൽ ദൈവികമായ ഊർജം നിറയെ വന്നു ചേരും. അത് കൃത്രിമമായി ദൈവികമായ ഊർജം വന്നു ചേരാനല്ല നാം ഉദ്ദേശിച്ചത്. നാം സ്നേഹിക്കുമ്പോൾ, നാം പ്രണയിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മക്കളെ നമ്മൾ ലാളിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ അവിടെ ഒരു ഈശ്വരീയ പ്രഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പൂവിനോട് അല്ലെങ്കിൽ ഒരു എന്തിനേയും നാം സ്നേഹിക്കുക. മൃഗങ്ങളായാലും മൃഗങ്ങളെയൊക്കെ ഓമന മൃഗങ്ങളെയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നാം സ്നേഹിക്കുമ്പോൾ അതൊരു സഹജീവിയായിട്ട് നമ്മൾ അതിനെ കാണുകയും അതിനൊരു കുഞ്ഞായിട്ട് നാം കൺസിഡർ ചെയ്യുമ്പോഴൊക്കെ നമ്മിൽ സ്നേഹത്തിൻ്റെ ഊർജം ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈശ്വരീയമായ ഹൃദയങ്ങളിൽ നിന്ന് നമ്മിലേക്ക് ധാരാളം ഊർജം വന്നു ചേരും എന്നുള്ളതാണ്. സ്നേഹം നിലനിർത്തേണ്ടതാണ്. സ്നേഹം പരസ്പരം സ്നേഹിക്കപ്പെടേണ്ടതാണ്. പരസ്പരം സ്നേഹിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മീയമായ ബന്ധം, ആത്മീയമായ ഉയർച്ച അവിടെ സംജാതമാകുന്നു എന്നുള്ളതാണ്. നാം ഒരാൾക്ക് സ്നേഹം അർപ്പിക്കുമ്പോഴും സമർപ്പിക്കുമ്പോഴും അവിടെ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലും നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിനെ നമ്മൾ പ്രണയിക്കുന്നു അല്ലേ. ദൈവത്തിൽ നിന്ന് സ്നേഹം നമുക്ക് കിട്ടുന്നു. അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹത്തോടു കൂടി ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു, പ്രണയിക്കുന്നു എന്ന് തന്നെ പറയാം. അതിലാണ് നാം ഈശ്വരീയമായ ബന്ധം കൂടുതലുണ്ടാകുന്നത്. ഈ ബന്ധം കൂടുതലായി ഇതൊരു സ്നേഹം, പ്രണയം ഒരു ഒബ്സഷനിലേക്ക് കടന്നു പോകരുത്, ഒബ്സസീവായിട്ട് പോകരുത്. പൊസസീവ് ആവുക എന്നൊക്കെ പറയും. പൊസസീവ് ആവുക എന്ന് പറയുമ്പോൾ ഒരു സ്നേഹം പ്രകടിപ്പിച്ച് അതിൻ്റെ ഒരു ലെവലിൽ നിന്നും കൂടുതലായിട്ട് സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു അസ്വാസ്ഥ്യത്തിലേക്ക് കൊണ്ടുപോകരുത്. നമുക്ക് നമ്മുടെ ബന്ധങ്ങളൊക്കെ നിലനിർത്തണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നല്ലപോലെ നിലനിർത്തി നമ്മെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹം കൊടുക്കാനും ആളുകൾ ഉണ്ടാകുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. സ്നേഹം ലഭിക്കാനും നാം നമ്മുടെ ഊർജ്ജ ശരീരവും നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സായിട്ടുള്ള ചക്രകളൊക്കെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമ്മോട് സ്നേഹം തോന്നാനായിട്ട് ആളുകൾക്ക്, നമ്മളോട് ചുറ്റുപാടുള്ള ആളുകൾക്ക് സ്നേഹമുണ്ടാവാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ സ്നേഹം പകർന്നു കൊടുക്കാനും നമുക്ക് നമ്മിൽ ശുചീകരണം ഉണ്ടായെങ്കിലേ പറ്റൂ. ആത്മീയമായ ശുചീകരണം നടക്കുന്നു ആ സമയത്ത്. കാരണം നമ്മിൽ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പല എനർജികളും കൺജസ്റ്റഡായി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ടാവും. ആ മെറീഡിയനുകളിൽ നിന്ന്, ചക്രകളിൽ നിന്ന് അവ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകുമ്പോൾ നമുക്ക് സ്വതന്ത്രമായി സ്നേഹിക്കാനുള്ള ഒരു സ്നേഹത്തിൻ്റെ, ഒരു ദൈവികമായ സ്നേഹത്തിൻ്റെ കടന്നുവരവും നമ്മിൽ
നമ്മിൽ കൂടെ കടന്നു വരലും അത് വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് മറ്റുള്ള സഹജീവിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇണയ്ക്കോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിനോ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പോലെ തന്നെ അതിനെ ഒരു അൺകൺട്രോൾഡ് ഇമോഷനായിട്ട് മാറ്റാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്നേഹിച്ച് അത് അമിതമായി സ്നേഹമായാൽ അതൊരു ശല്യമായി മാറാനായിട്ട് പാടില്ല. അതിനെയാണ് പൊസസീവ് ആവുക എന്നൊക്കെ പറയുന്നത്. കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് കരുണയോട് കൂടി കുട്ടിയെ എപ്പോഴും കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് കുട്ടിയെ ലാളിച്ച് കൊണ്ടിരുന്ന കുട്ടി അസ്വസ്ഥരാകും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതുപോലെ തന്നെ ഒരു ഭാര്യയോട് ഭർത്താവിനുണ്ടാകുന്ന സ്നേഹം, ഭാര്യയെ വിളിച്ചെപ്പോഴും ഫോൺ ചെയ്ത് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം ഭാര്യയ്ക്ക് അതൊക്കെ ഇഷ്ടപ്പെടും, പിന്നീട് ഇത് അമിതമായി തോന്നും. ഒരു സ്പേസ് കിട്ടാത്ത പോലെ അവർക്കൊന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് ഒന്ന് സംസാരിക്കാനോ ബ്രദറിൻ്റെ കുട്ടികളെ പഠിപ്പിനെ കുറിച്ച് ചോദിക്കാനോ സമയം ലഭിക്കാത്ത വിധം പല കാര്യങ്ങൾ ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഒരു സ്പേസ് കൊടുക്കാതെ വന്നാൽ അത് ഒരു അസ്വസ്ഥത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് അവരൊരു സ്പേസ് തന്നില്ലേ നമ്മൾ അസ്വസ്ഥരാവില്ലേ? നമ്മെ എപ്പോഴും അവർ ഓരോ കാര്യത്തിനും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ സമീപിക്കുകയും നമ്മളോട് അല്ലെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അസ്വസ്ഥരാകും. ഇതുപോലെ തന്നെയാണ് ദൈവസ്നേഹം. ദൈവത്തിനോട് നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് വേണം. എന്നാലാണ് ദൈവത്തിനെ ശല്യം ചെയ്യണ പോലെ ദൈവത്തിനെ മനുഷ്യനോട് തോന്നുന്ന അതേപോലെ തന്നെ ദൈവത്തിനും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾക്ക് നമ്മുടെ കർമ്മങ്ങളൊന്നും നമ്മൾ അനുഷ്ഠിക്കാതെ ദൈവത്തിന് മാത്രം ഭജിച്ചിരുന്നാലേ ദൈവം പറയും, നീ പോയി നിൻ്റെ വല്ല പണിയുണ്ടെങ്കിൽ പോയി നോക്ക്, വീട്ടിലെ കാര്യങ്ങൾ നിനക്ക് ചെയ്യാനില്ലേ, അല്ലെങ്കിൽ നിനക്ക് വേറെ കാര്യങ്ങളില്ലേ, നീ എന്നെ അങ്ങനെ ശല്യം ചെയ്യില്ലേ എന്ന് ദൈവം പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളൂ, ക്ഷമിക്കണം എന്നോട്. ഞാൻ ദൈവത്തിനെ കുറിച്ച് കണ്ടതല്ല, ദൈവത്തിനെ നന്നായി കാണുന്നത് കൊണ്ട് തന്നെയാണ്, നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നാം എന്തിനും ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. വളരെ താഴെ പോയി സ്നേഹം കൊണ്ട് നിൽക്കാൻ പറ്റാതെ സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് ശല്യമായി അത് മാറാനായിട്ട് നാം മാറാതിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അകത്തെ നിർത്തുക എന്നുള്ളതല്ല, അവർക്കൊരു സമയം കൊടുക്കുക, അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കേണ്ടതുണ്ട് നാം. അതുപോലെ തന്നെ നമുക്കും ഒരു സ്പേസ് തരേണ്ടതുണ്ട്. അപ്പോഴാണ് അതിന് സ്നേഹം ഉണ്ടാവുക. ആ സ്നേഹം നിലനിർത്തി പോകാനായിട്ട് നിങ്ങൾക്ക് അവർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം മികച്ചതായിട്ട് തീരട്ടെ. സർവേശ്വരൻ്റെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. സ്നേഹത്തോടെ നിർത്തുന്നു.